അവരുടെ ഫാമിലി ഹിസ്റ്ററി ഒന്നും നമുക്കറിയില്ല. അതായത് നിസ്സാരമായ അവർക്ക് റീച്ച് കിട്ടാൻ അവരെടുത്ത ഒരു റീൽസ്, ആ റീൽസ് ദുരുപയോഗം ചെയ്തുകൊണ്ട് ഒരു യുവാവിനെ ഇല്ലാണ്ടാക്കി മണ്ണിനടിയിലാക്കി എന്ന് മാത്രമല്ല, ആ യുവാവിന്റെ കുടുംബം അതോടുകൂടി വെണ്ണീറായി പോവുകയും ചെയ്തു. നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ആ കുടുംബത്തിന്റെ അത്താണിയായിരുന്നു, ഒരു പ്രായമായ അച്ഛനും അമ്മയുടെ ഏക മകനാണ്, ആ കുടുംബത്തിന്റെ ഏക വരുമാനമായിരുന്നു. ആ റീച്ചിന് വേണ്ടിയിട്ട് അത്രയും ക്രൂരമായൊരു പ്രവൃത്തി ചെയ്ത് ആ മനുഷ്യനെ ഇല്ലാതാക്കിയിട്ട് അന്നൊന്നും പരാതിയില്ല, 6 ദിവസമായിട്ട് യാതൊരു പരാതിയില്ല. ഈ സ്ത്രീയെ അറസ്റ്റ് ചെയ്തു. ഇതിനകത്ത് ആത്മഹത്യാ പ്രേരണ കുറ്റത്തിൽ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും സഹോദരൻ ഓടി വന്നു പറഞ്ഞിരിക്കുന്നു, അയ്യോ എന്റെ പെങ്ങളെ അന്ന് ബസ് യാത്രക്കിടയിൽ ആരോ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നും പറഞ്ഞുകൊണ്ട്. ഇനിയിപ്പോ വേറെ യാത്രക്കാരെയാണോ പുള്ളി ഉദ്ദേശിച്ചത് എന്നുള്ളത് നമുക്കറിയില്ല. കാരണം എല്ലാവരും ഇങ്ങനെ പീഡിപ്പിക്കാനും ഇതിനു വേണ്ടിയിട്ട് മാത്രം ആകെ ചെറിയൊരു യാത്രക്കടയിൽ, ആകെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പയ്യന്നൂരിലേക്കുള്ള ബസ് യാത്രക്കടയിലാണ് ഇത് സംഭവിച്ചു എന്ന് പറയുന്നത്. ആ ഒരു ചെറിയ ബസ് യാത്രക്കിടയിൽ ഈ രീതിയിൽ പീഡിപ്പിക്കപ്പെടാനും അല്ലെങ്കിൽ അത് ലൈംഗികാതിക്രമം കാണിക്കപ്പെടാനും മാത്രം യോഗ്യയാണ് ഈ സ്ത്രീ, അതായത് ഷിംജിത മുസ്തഫ എന്ന സ്ത്രീ എന്നുള്ള നിലയിലേക്കാണ് സഹോദരൻ പോലും പറഞ്ഞു വെക്കേണ്ടി വരുന്നത്. ഇതൊക്കെ എത്ര അപഹാസ്യമാണ്. ഈ സമൂഹത്തിലല്ലേ നിങ്ങളൊക്കെ